സംസ്ഥാനത്ത് അതിനിർണായകമായ ഉപതിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ സർക്കാരിനെയും പാർട്ടിയെയും ഒരിക്കൽ കൂടി വെട്ടിലാക്കിയിരിക്കുകയാണ് സഖാവ് ഇ.പി. ജയരാജൻ. ഇ.പി. ജയരാജന്റെ ആത്മകഥയായ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകത്തിൽ പാർട്ടിക്കെതിരെയും രണ്ടാം പിണറായി സർക്കാരിനെതിരെയും അതിരൂക്ഷ വിമർശനങ്ങളാണ് ഉള്ളത് എന്നാണ് പുറത്തുവരുന്ന വിവരം. രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ് എന്ന വാദമാണ് ഇ.പി. ജയരാജൻ ഈ പുസ്തകത്തിൽ ഉയർത്തിയിട്ടുള്ളതത്രേ. ജനക്ഷേമ പ്രവർത്തനങ്ങൾ നിരവധിയുണ്ടെങ്കിലും അതിനപ്പുറം ജനങ്ങൾ സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നാം പിണറായി സർക്കാരിനെ കുറിച്ചുള്ള മികച്ച അഭിപ്രായം രണ്ടാം പിണറായി സർക്കാരിനില്ല എന്ന് മാത്രമല്ല, താരതമ്യേന ദുർബലമാണ് എന്ന വാദവും ജയരാജൻ ഈ ആത്മകഥയിൽ ഉയർത്തുന്നു. സംഘടനാപരമായും രാഷ്ട്രീയപരമായും തിരുത്തലുകൾ വേണമെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം പാളിയോ എന്ന് സംശയമുണ്ടെന്നും കൂടി ഇ.പി. ജയരാജൻ പറഞ്ഞു വെക്കുന്നു. ഇതുകൂടാതെ പാലക്കാട്ടെ CPM സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനെതിരെയും ജയരാജൻ ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചു വരുന്നവർ വയ്യാവേലിയാണ് എന്നും PV അൻവർ പോലും ഇത്തരം പ്രതീകമായിരുന്നുവെന്നും ഇ.പി. പറയുന്നു. സരിനെ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനം ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കുമെന്നാണ് ഇ.പി. പുസ്തകത്തിൽ പറയുന്നത്. അൻവറിന്റെ പിന്നിൽ തീവ്രവാദ ശക്തികളാണെന്നും ഇ.പി. എഴുതുന്നുണ്ട്. ഇ.പി.യുടെ തുറന്നടിക്കലുകൾ വിവാദമായതോടെ ആത്മകഥയിലേത് എന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്ന വാദവുമായി ഇ.പി. ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. പുറത്തു വരുന്നത് വ്യാജ വാർത്തകളാണ് എന്നും കവർ ചിത്രം പോലും തയ്യാറാക്കിയിട്ടില്ലെന്നുമാണ് ഇ.പി. ഇപ്പോൾ പറയുന്നത്. വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പ്രതികരിക്കുന്നു. തികച്ചും അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നത് ശരി തന്നെയാണ്. ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല. എഴുതിക്കഴിഞ്ഞ കാര്യങ്ങൾ ഒരാൾക്കും ഇതുവരെ ഞാൻ കൈമാറിയിട്ടില്ല എന്നുവരെ ഇ.പി. പറയുന്നു. പ്രസിദ്ധീകരിക്കട്ടെ എന്ന് ചോദിച്ച് പല പ്രസാധകരും വിളിച്ചിരുന്നു. അവസാന ഭാഗം ഞങ്ങൾ എഴുതിയാൽ പോരെ എന്ന് DC ചോദിച്ചു. അത് പറ്റില്ലെന്നും ഞാൻ തന്നെ എഴുതുമെന്നും ഞാൻ പറഞ്ഞു. മാതൃഭൂമിയും ചോദിച്ചിട്ടുണ്ട്. ആർക്ക് നൽകുമെന്ന് ഞാൻ ആലോചിക്കാമെന്ന് പറഞ്ഞതാണ്. കവർ ചിത്രവും തയ്യാറാക്കിയിട്ടില്ല ഇ.പി. ജയരാജൻ പറയുന്നു. ആർക്കും പ്രസിദ്ധീകരണത്തിനുള്ള അനുമതി നൽകിയിട്ടില്ലെന്നും ഈ പറയുന്നത് മുഴുവൻ അസംബന്ധമാണെന്നും ഇ.പി. ജയരാജൻ കൂട്ടിച്ചേർക്കുന്നു. പുറത്തു വരുന്ന കാര്യങ്ങൾ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല എന്നും ഇക്കാര്യങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഇ.പി. ജയരാജൻ വ്യക്തമാക്കുന്നു. തിരഞ്ഞെടുപ്പ് മുൻനിർത്തി ബോധപൂർവം സൃഷ്ടിച്ച വാർത്തയാണ് ഇത് എന്നാണ് ഇ.പി. ജയരാജന്റെ പ്രതികരണം. കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പേരിൽ ഇക്കഴിഞ്ഞ ദിവസമാണ് DC ബുക്സ് ഇ.പി. ജയരാജന്റെ ആത്മകഥയുടെ കവർ ചിത്രം പുറത്തുവിട്ടത്. പാർട്ടിക്കെതിരെയും രണ്ടാം പിണറായി സർക്കാരിനെതിരെയും പുസ്തകത്തിലുള്ള വിവരങ്ങളാണ് വിവിധ മാധ്യമങ്ങൾ ചോർത്തിയെടുത്ത് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചത്. DC പോലെ വലിയ റെപ്യൂട്ടേഷനുള്ള ഒരു പ്രസിദ്ധീകരണ സ്ഥാപനം ഇ.പി. ജയരാജൻ സമ്മതിക്കാതെ അദ്ദേഹത്തിന്റെ ആത്മകഥ പുറത്തിറക്കുമോ? വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമാണ്. വിവാദ ദല്ലാൾ വിഷയവും ഇ.പി. ഈ ആത്മകഥയിൽ പരാമർശിക്കുന്നുണ്ടത്രേ. ശോഭാ സുരേന്ദ്രനെ കണ്ടത് ഒരു പ്രാവശ്യം മാത്രമാണെന്നും LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പാർട്ടി തന്നെ കേൾക്കാതെയാണെന്നും ഇ.പി. എഴുതുന്നു. താൻ ഇല്ലാത്ത സെക്രട്ടേറിയറ്റിലാണ് തന്നെ നീക്കുന്ന കാര്യം ചർച്ച ചെയ്യുന്നത്. പാർട്ടി മനസ്സിലാക്കിയില്ല തന്നെ എന്നതാണ് താൻ നേരിട്ട ഏറ്റവും വലിയ പ്രയാസം. കേന്ദ്ര കമ്മിറ്റിയാണ് തനിക്കെതിരെ തീരുമാനമെടുക്കേണ്ടത് എന്നിരിക്കെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനം അണികൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നും ഇ.പി. ഈ ആത്മകഥയിൽ തുറന്നെഴുതുന്നുണ്ട്. ഇക്കാര്യത്തിൽ വലിയ ഗൂഢാലോചന തന്നെ നടന്നതായും ഇ.പി. ആരോപിക്കുന്നു. ദേശാഭിമാനി പത്രം സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് പരസ്യവും ബോണ്ടും വാങ്ങിയത് പാർട്ടിയെ അറിയിച്ച ശേഷമായിരുന്നുവെന്നും ഇ.പി. എഴുതുന്നുണ്ട്. എന്നാൽ VS തനിക്കെതിരെ ഇത് ആയുധമാക്കുകയാണുണ്ടായത്. വിഭാഗീയതയുടെ കാലത്ത് വലിയ രീതിയിൽ പലരും തനിക്കെതിരെ ഈ വിഷയം എടുത്തിട്ടു. തന്നെ താറടിച്ചു കാണിക്കാൻ ശ്രമിച്ചുവെന്നും ഇ.പി. പുസ്തകത്തിൽ എഴുതിയതായി പറയുന്നു. ഏറെ വിവാദമായ വൈദേകം റിസോർട്ടിനെ കുറിച്ചും ഇ.പി. എഴുതിയിട്ടുണ്ട്. നേതാക്കൾക്ക് താമസിക്കാനാണ് ഈ കെട്ടിടം ഒരുക്കിയത് എന്നാണ് ഇ.പി.യുടെ വാദം. റിസോർട്ട് എന്ന പേര് നൽകിയത് മാധ്യമങ്ങളാണത്രേ. മകന്റെയും ഭാര്യയുടെയും പണമാണ് ഇതിൽ നിക്ഷേപിച്ചതെന്നും അവ കള്ളപ്പണമാണെന്ന് പിന്നീട് പറഞ്ഞു പരത്തുകയായിരുന്നുവെന്നും ഇ.പി. പുസ്തകത്തിൽ പറയുന്നു.